ഗുരു ബസവേശ്വരന്റെ പൂർണ്ണകായ പ്രതിമ ഓൾ ഇന്ത്യ വീരശൈവ ലിംഗായത്ത് മഹാസഭ തലയാർ കുറ്റൂർ ശാഖയിൽ അനാച്ഛാദനം ചെയ്തു. ശില്പി മഴുക്കീർ ശ്രീരംഗം സജിത് കുമാറിന്റെ പക്കൽ നിന്നും പ്രതിഷ്ഠ ഏറ്റുവാങ്ങി. താലപ്പൊലി വാദ്യമേളങ്ങളുടെയും വാഹനങ്ങളുടെയും അകമ്പടിയോടുകൂടി പ്രാവിൻകൂട് ജംഗ്ഷൻ, കുറ്റൂർ ജംഗ്ഷൻ, ആറാട്ടുകടവ് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി. കുറ്റൂർ 141 നമ്പർ ശാഖാമന്ദിരത്തിൽ എത്തിച്ചേർന്നു. മുതിർന്ന അംഗം മോഡിയിൽ ശിവരാമപിള്ള പ്രതിഷ്ഠ അനാച്ഛാദനം ചെയ്തു. തുടർന്ന് നടന്ന ചടങ്ങിൽ താലൂക്ക് പ്രസിഡന്റ് KG പ്രസന്നകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ജില്ലാ പ്രസിഡന്റ് R രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി TG സുജിത് കുമാർ, R സന്തോഷ് കുമാർ, K പ്രസന്നകുമാർ, ബാലഗോപാലൻ MS, പ്രസിഡന്റ് പിള്ള TC, P പാറുക്കുട്ടിയമ്മ, രാജലക്ഷ്മി മുരളി, വത്സലകുമാരി VS തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ നാടിനും നാട്ടുകാർക്കും ഉപകാരപ്പെടുന്ന മനുഷ്യരായി മാറാൻ ഈ ബസവേശ്വര ദിനവും ബസവേശ്വര സ്മരണയും നമ്മെ പ്രാപ്തരാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനം എല്ലാവരുടെയും അനുഭവത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കേരളത്തിൽ പലയിടത്തും ഗുരു ബസവേശ്വരന്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ കുറ്റൂർ 141 നമ്പർ ശാഖാ മന്ദിരത്തിലാണെന്ന് ശാഖാ വൈസ് പ്രസിഡന്റും താലൂക്ക് പ്രസിഡന്റുമായ KG പ്രസന്നകുമാർ പറഞ്ഞു. ഞങ്ങളെ ഇവിടെ ഇതുപോലൊരു ബസവേശ്വരന്റെ ഒരു പ്രതിമ സ്ഥാപിക്കാനുണ്ടായ കാര്യം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ആദ്യമായിട്ടുള്ള 12ാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന ഗുരു ബസവേശ്വരൻ ഭക്തകവിയും അതുപോലെ തത്വചിന്തകനും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ ഇവിടെ സ്ഥാപിക്കുക എന്നുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അത് ഞങ്ങൾ സബലീകരിച്ചു. മഴുക്കീർ എന്ന സ്ഥലത്തു നിന്നാണ് വളരെ വർണ്ണശബലമായ ഘോഷയാത്രയോടുകൂടി ഞങ്ങളുടെ ബസവേശ്വരനെ ആ വിഗ്രഹം ആനയിച്ചുകൊണ്ട് നൂറുകണക്കിന് ആൾക്കാരും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ഞങ്ങൾ ഇവിടെ എത്തിച്ച് ഞങ്ങളുടെ ശാഖയിലെ ഏറ്റവും മുതിർന്ന അംഗത്തിനെ കൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യിച്ചു. ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇത് നടത്തുന്നത്. അത് സബലീകരിച്ചു. ഇനിയും ഇതുപോലെ ബസവേശ്വരനെ പറ്റിയുള്ള ഇതുപോലുള്ള പരിപാടികൾ ഇനിയും വിപുലമായിട്ട് നടത്താൻ തുടക്കം മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ബസവേശ്വരനെ പറ്റിയുള്ള ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കുന്നുണ്ട്. അത് ഉടൻ തന്നെ ഞങ്ങൾ അതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കും. ഇവിടെ ഞങ്ങളുടെ ശാഖാംഗങ്ങൾ മുഴുവൻ പൂർണ്ണ പിന്തുണ തന്നി ആ സഹകരണത്തോടെ വളരെ ഭക്തിയോടെ ദിവസവും ഇവിടെ വന്ന് തൊഴാനും അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങിക്കാനും ഞങ്ങൾക്ക് സാധിക്കുന്നു. അതിപ്പോൾ ഈ വിഗ്രഹം വെച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ അതിന്റെ ഒരു പ്രചോദനം, ഞങ്ങൾക്കൊരു ആത്മവിശ്വാസം, ഞങ്ങളിൽ ബസവേശ്വരൻ ജീവിക്കുന്നുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം ഇത് വിഗ്രഹം വെച്ചതോടുകൂടി ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ ശാഖയുടെ വൈസ് പ്രസിഡന്റാണ്. ഇത് ദിലീപ് വട്ടവങ്ങാട്ടിൽ വളരെ സജീവ പ്രവർത്തനമാണ്. ഈ ബസവ ഇതിന്റെ മണ്ഡപം ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെ സജീവമായി പ്രവർത്തിച്ച വ്യക്തിയാണ്. ഈ ശാഖയിലെ മുഴുവൻ ചെറുപ്പക്കാരും വളരെ സജീവമായിട്ട് അതിനുവേണ്ടി രംഗത്തിറങ്ങി. കേട്ടോ